ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറ്റിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. സിനഗോഗിൽ വെച്ച് യേശയ്യായുടെ പ്രവചനം വായിച്ച ശേഷം ഈശോ പറഞ്ഞു: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. ഇപ്പോൾ വായിച്ചു കേട്ട പോലെയൊക്കെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കാം എന്നല്ല ഈശോ പറഞ്ഞത്. ഇപ്പോൾ വായിച്ചവ നിറവേറി എന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈശോയ്ക്ക് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്നു. മാത്രവുമല്ല, എല്ലാ പ്രവചനങ്ങളും തന്നിൽ നിറവേറണം എന്നും ഈശോ ഉറപ്പിച്ചിരുന്നു. ആ ദൗത്യബോധമാണ് ഈശോയെ മുന്നോട്ട് നയിച്ചതും. ക്രിസ്തുവിൻ്റെ ദൗത്യബോധം അവൻ്റെ ചാലകശക്തിയായി മാറിയെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ദൗത്യങ്ങളെക്കുറിച്ച് അവലോകനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ദൗത്യങ്ങൾ ഭൗതികം മാത്രമാകുന്നുണ്ടോ എന്നും ആലോചിക്കേണ്ടതുണ്ട്. വീട് പണിയണം, മക്കളുടെ കാര്യമൊക്കെ നന്നായി നടത്തണം, സാമ്പത്തിക ബാധ്യതകൾ തീർക്കണം എന്നിവ മാത്രമേ നമ്മുടെ ദൗത്യബോധത്തിലുള്ളൂ എങ്കിൽ നാം ഈ ലോകത്തിലേക്ക് മാത്രമായി നമ്മെ പരിമിതപ്പെടുത്തുന്നവരാണ്. സുവിശേഷ വേലയിൽ സഹായിക്കണം, ആത്മാക്കളുടെ രക്ഷയ്ക്കായി യത്നിക്കണം, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കണം തുടങ്ങിയ ലക്ഷ്യങ്ങളും നമ്മെ ഭരിക്കുവാൻ തുടങ്ങട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.